വിസയിൽ ചെന്നിട്ട് ഡിപെൻഡന്റ് വിസയിലോട്ട് മാറിയെന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 21 കാറില്ല എന്ന് പറഞ്ഞതും, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലം റെന്റഡ് ഔട്ട് ആണെന്ന് പറഞ്ഞതും ഒന്നും അൻവിനോടുള്ള വ്യക്തിവൈരാഗ്യം കാരണമല്ല. യെസ്, നമ്മുടെ ഡോക്ടർ ഡ്രേക്കിൻ്റെ പാർട്ട് 2 വന്നിരിക്കുകയാണ്. അതായത് ഞാൻ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞു, ഈ ഡോക്ടർ ഡ്രേക്കിൻ്റെ ഞാൻ നേരത്തെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് പണ്ട് കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഈ പുള്ളിക്കാരൻ്റെ ഫ്ലാഷ് ബാക്കൊക്കെ എനിക്ക് നേരത്തെ ആയിരുന്നു, ന്യൂസിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതറിയാത്ത കുറേ പേര് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരൻ്റെ പഴയ ന്യൂസ് കൊണ്ടുവരുന്നു. അത് പഴയ നടന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. അത് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് പാർട്ടി പറഞ്ഞു, ഈ ഡോക്ടർ ഡ്രേക്ക് എന്ന് പറഞ്ഞ ആൾക്കാർ അത്രയും നല്ല 916 ആളൊന്നുമല്ല, പുള്ളിക്കാരന് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പാസ്റ്റ് ഇത് പൊക്കിക്കൊണ്ട് വരുമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ അൻവിൻ്റെ കേസിൻ്റെ സ്കാം പൊക്കിക്കൊണ്ട് വന്നത് മെയിനായിട്ടെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഒരു ഓട്ടോ സ്പാ ബിസിനസ് ഉണ്ട്, പിന്നെ ഹോം കെയർ ബിസിനസ്, മറ്റേ കെയർ ഹോം ബിസിനസ്. ഇതിൻ്റെ സ്കാമാണ് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത്. അതെന്താ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അൻവിൻ്റെ സ്കാം നമ്പർ 1, കെയർ ഹോംസിലോട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10,000 പൗണ്ട് അഥവാ 10 ലക്ഷം രൂപയാണ് അൻവിൻ കൈപ്പറ്റിക്കൊണ്ടിരുന്നത്. UK-യിൽ പ്രത്യേകിച്ച് ഇതിനു വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് ഇല്ലീഗൽ കൂടിയാണ്. സോ അൻവിൻ ചെയ്തത് അത് ചെറിയ കുട്ടികളിനകത്തുനിന്ന് മാത്രമല്ല, ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നീരജ് അമ്മൂനെയും വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അൻവിന്റെ സ്കാം കഥകളിനകത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ അൻവിൻ ജോസ്, ഇത് അന്നത്തെ ഫസ്റ്റ് പാർട്ടിൻ്റെ അകത്ത് നമ്മുടെ ഡ്രേക്ക് പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ പുള്ളിക്കാൻ 21 കാറില്ല, അങ്ങനെ കുറേ കാറില്ല, അതായത് ഹൗസ് റെൻറ്റഡ് ഔട്ട് ആണെന്നൊക്കെ കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഫസ്റ്റ് പാർട്ടി തന്നെ ഞാൻ വ്യക്തമായി പറയുന്നുണ്ട്, റിച്ച്നെസ് ഫേക്ക് ചെയ്യുന്ന അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട കാര്യമില്ല. അത് അയാൾക്ക് റിച്ച്നെസ് ഫേക്ക് ചെയ്യണമെങ്കിൽ അതിൽ ഫേക്ക് ചെയ്യട്ടെ, അല്പത്തരം കാണിക്കുന്നത് കാണിച്ചോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ആ റിച്ച്നെസ് ഉപയോഗിച്ച് ബാക്കിയുള്ളവർ ഇതേപോലെ പാവപ്പെട്ട സ്റ്റുഡൻസിനെ പറ്റിക്കുന്നതാണ് യഥാർത്ഥ സ്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുള്ളിക്കാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് വെച്ചാൽ പുള്ളിക്കാൻ ഈ കാശുണ്ട്, അതായത് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലോട്ട് എനിക്ക് 21 കാറുണ്ട് എന്ന് ഈ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവരും ചിന്തിക്കും, ഞാനും ഈ ടൈപ്പ് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും സക്സസ് ആവും എന്നൊരു ഫോർമുല ആൻവിൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചെറുപ്പക്കാരി പിള്ളേർ ആൻവിൻ്റെ ആൻവിൻ്റെ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതാണ് ഈ കെയർ ഹോമിലും സംഭവിച്ചിരിക്കുന്നത്. അതായത് കെയർ ഹോമിലിൻ്റെ അകത്ത് മറ്റേ നമുക്കറിയാലോ, ഇതേപോലെ ഇപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ കൊടുത്തു. അതിനുശേഷം മറ്റേ ഈ സാധനം ഫേക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറേ പേര് മൂഞ്ചിയിരുന്നു. ബാക്കിയും കൂടെ കേൾക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും വിസയും ജോലിയൊക്കെ കൊടുത്തിട്ടല്ലേ അൻവിൻ പൈസ മേടിക്കുന്നതെന്ന്. അൻവിന്റെ സ്കാം അവിടെ അല്ല. അൻവിന്റെ സ്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന COS ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. അത് ഫേക്ക് ആയിരുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾ വിസ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് വിസ റിജക്റ്റ് ആയി, ഇത് ഫേക്ക് ആയതുകൊണ്ട്. അന്ന് കമ്പനിയുടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്ന നിബുവിന്റെയും വൈഫിന്റെയും പേരിൽ ഈ കുട്ടികൾ കേസ് കൊടുക്കുകയും നിബുവും വൈഫും ഓസ്ട്രേലിയയിലേക്ക് കടക്കുകയും ചെയ്തു. ഇത് ഒരു സ്ട്രോങ് അലിഗേഷനാണ്. ഇപ്പോൾ ഈ ഡ്രേക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നല്ലൊരു അലിഗേഷനാണ്. അതായത് സ്ട്രോങ് അലിഗേഷൻ, ഇത് വാലിഡ് ആയിട്ടുള്ള പ്രൂഫും ഉണ്ട്. ഇത് പറഞ്ഞാൽ ഇത് ഈ സാധനം ആൻവിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ചട്ടത്തരമാണ്. അത് ആക്ച്വലി ഇത് മറ്റേ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസ തന്നെയാണ് ആ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പാവപ്പെട്ട ഈ നമുക്ക് തന്നെ അറിയാം, ഈ യൂറോപ്പിലൊക്കെ പോകുന്ന പിള്ളേരൊക്കെ എന്തുമാത്രം ലോണും മറ്റേ ഈ സാധനവും കടവും ഒക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനത്തെ ടൈപ്പ് പൈസ ഇങ്ങനെ മേടിച്ച് വയ്ക്കാൻ നമുക്ക് വയറ്റിന് പിടിക്കത്തില്ല. അതായത് ഇതൊക്കെ ആശുപത്രിയിൽ ബില്ലടയ്ക്കാനുള്ള ഇത് മാത്രമേ ആവത്തുള്ളൂ. ബാക്കിയും കൂടെ കേൾക്കാം. ഇപ്പൊ ആ കമ്പനിയുടെ 100% ഓണർഷിപ്പ് ഉള്ളത് അൻവിനാണ്. അതിന്റെ അക്കൗണ്ട്സ് ഒന്നും അൻവിൻ പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല, ഗവൺമെന്റിലോട്ട് ചെയ്യത്തതുമില്ല. ജാനുവരി വരെ അൻവിന് അതിനു വേണ്ടിയിട്ടുള്ള സമയമുണ്ട്. അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ UK-യിൽ അൻവിൻ. സ്കാം നമ്പർ 2, ഓട്ടോ സ്പാ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഈ ഓട്ടോ സ്പായുടെ ബിസിനസ് അത്യാവശ്യം ഇച്ചിരി ഫേമസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മെയിനായിട്ട് ഞാനൊക്കെ എൻ്റെ ഫീൽഡിലൊക്കെ മെയിനായിട്ട് വരുന്ന പുള്ളിക്കാരൻ്റെ ഈ സ്പായുടെ ബിസിനസ്. അതായത് ഓട്ടോ സ്പായുടെ മെയിനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം. പുള്ളിക്കാരൻ ഈ വീട്ടിൽ വന്നിട്ട് ഈ കാർ ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കും. UK-യിലുള്ള ആൾക്കാർക്ക് വീട്ടിൽ വന്നിട്ട് ഇന്നൊരു അപ്പോയിൻമെൻറ്റ് വെക്കുമ്പോഴത്തേക്കും അവർ ഫുൾ ട്രക്കോടെ വന്നിട്ട് ഇതിൻ്റെ ഒരു പാക്കേജ് പോലെ ചെയ്ത് കൊടുക്കും. അതായത് എനിക്ക് തോന്നുന്നു മറ്റേ ഈ സെറാമിക് അങ്ങനത്തെ പോലത്തെ അത് വാഷ് ചെയ്തിട്ട് ഇതേപോലെ പോളിഷിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കും. ഇന്റീരിയർ ഡീപ്പ് ക്ലീനിങ് അങ്ങനത്തെ ഐറ്റംസ് ആണ് കാറിൽ UK-യിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൻവിന്റെ പല ബ്രാഞ്ചുകൾ പല സ്ഥലത്തുള്ള കമ്പനി. ആ കമ്പനിയുടെ പബ്ലിക് ഡോക്യുമെന്റിലെ സ്റ്റാഫിന്റെ എണ്ണം ആൻവിൻ ഡിഫമേഷൻ കേസുമായിട്ട് വരണ്ട, ഇത് പബ്ലിക് റെക്കോർഡാണ്. കമ്മിങ് ടു ദ പോയിന്റ്, ഒരു കാറും കുറച്ച് സോപ്പും പതയും വെള്ളവും കൊടുത്തിട്ട് അൻവിൻ എത്ര രൂപയാണെന്നറിയോ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നത്? 20,000 പൗണ്ട് അഥവാ 20 ലക്ഷം. ഇതിൻ്റെ അകത്ത് നമുക്കൊരു സ്കാം നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫ്രാഞ്ചൈസിയാണ്. ആ ഫ്രാഞ്ചൈസിയുടെ മറ്റേ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന അതിൻ്റെ ഓണറാണ്.
അപ്പോൾ ഈ ഒരു കേസ് ഡ്രേക്ക് പറയുന്നതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മിക്ക ഫ്രാഞ്ചൈസി നമ്മൾ ഇവിടുത്തെ ഒരു കാർ ഡീറ്റെയിലിംഗ് നമ്മുടെ എറണാകുളത്ത് അല്ലെ കൊച്ചിയിലെ ഒരു കാർ ഡീറ്റെയിലിംഗ് ഷോപ്പിൽ നമ്മളൊരു ഫ്രാഞ്ചൈസി തപ്പിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ ഫ്രാഞ്ചൈസി അവരുടെ ബ്രാൻഡ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ അത്യാവശ്യം ചില സ്ഥലത്തൊക്കെ ഇതേപോലെ കോസ്റ്റ്ലി ആയിരിക്കും. ഇവിടെ തന്നെ മറ്റേ ഒരു ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ എങ്ങനെ പോയാലും 10-20 ലക്ഷം രൂപ കേരളത്തിൽ തന്നെ, പിന്നെ UK കാര്യം പറയണ്ടല്ലോ. അപ്പോൾ മെയിനായിട്ട് ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് തന്നെ അതായത് നമ്മൾ ഇന്ന ആൾക്കാരെയും ഈ മെറ്റീരിയൽസും മാത്രം സപ്ലൈ ചെയ്യുന്ന ഒരു സാധനമല്ല. അത് ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് അവരുടെ ബ്രാൻഡ്, അതായത് ആൻവിൻ ഉണ്ടാക്കിയ ഒരു കമ്പനിയുടെ പേര് ഉൾപ്പെടെയാണ് നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ആൻവിൻ്റെ പേരിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് തുടങ്ങി, ഇത് ആൻവിൻ ഫേമസ് ആക്കി, ഇപ്പോൾ XORY ഒരു പ്രൊഡക്റ്റ് എടുത്തു, ആ പ്രൊഡക്റ്റ് ഇപ്പോൾ ഈ ഒരു ഫോൺ തന്നെ എടുത്തു, ഇത് ആൻവിൻ ഉണ്ടാക്കിയ ഇതിൻ്റെ ഫ്രാഞ്ചൈസി എനിക്ക് വേണമെന്ന് പറഞ്ഞാലും ഈ സാധനത്തിൻ്റെ കമ്പനി ഓണർ ആൻവിനാണ് ഈ സാധനത്തിന് ഇത് ഉണ്ടാക്കിയെന്ന് വെച്ചോ, ഈ സാധനത്തിൻ്റെ ഫ്രാഞ്ചൈസി എനിക്ക് വേണം. പക്ഷേ ഈ സാധനം അറിയപ്പെടുന്നത് ആൻവിൻ്റെ പേരിൽ. ഞാൻ ഈ സാധനം ഫ്രാഞ്ചൈസി മേടിക്കുന്ന സമയത്ത് ആൻവിൻ്റെ ബ്രാൻഡ് ഉപയോഗിച്ച് ഈ സാധനം ഉപയോഗിച്ച് തന്നെയാണ് ഞാനും സെല്ല് ചെയ്യുന്നത്. ഇത് ആൻവിൻ്റെ ഫ്രാഞ്ചൈസിയാണ്, ആ ഒരു ഇത് വെച്ചായിരിക്കും ഞാനും സെല്ല് ചെയ്യുന്നത്. അത് ഫ്രാഞ്ചൈസി ബേസിക്കലി എന്താ, നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു കാർ വാഷിന് വേറെ ഒരു കാർ വാഷ് തിരുവല്ലയാണ്, ഇത് സെയിം കാർ വാഷാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അതെ നമ്മൾ സെയിം കാർ വാഷ്, നമ്മൾ സെയിം കമ്പനി തന്നെയാണ്, അതിൻ്റെ ഫ്രാഞ്ചൈസിയാണ് ഇതെന്ന് പറയത്തുള്ളൂ. അതായത് ആ ബ്രാൻഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ബ്രാൻഡ് വാല്യൂയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് ഈ കേസിൽ കാർ വാഷിൻ്റെ ഈ ഒരു കേസിൽ ഇത് സ്കാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അത് ഫ്രാഞ്ചൈസിയുടെ എമൗണ്ട് ചൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഓണർ തന്നെയാണ്. ഫസ്റ്റ് കേസ് അതായത് മറ്റേ കെയർ ഹോമിൻ്റെ കേസിൽ ഓക്കെ, അത് ഞാൻ എഗ്രി ചെയ്യുന്നു, അതൊരു സ്കാം തന്നെയാണ്. സെക്കൻഡ് കേസ് ഞാൻ എഗ്രി ചെയ്യുന്നില്ല. സ്കാം നമ്പർ 3, അൻവിൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഇടയ്ക്ക് ഒരു ഗിവ് അവേ നടത്തിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും 20 പേരെ ഞാൻ എടുക്കും. ഞാൻ പറയുന്ന ലൊക്കേഷനിലോട്ട് വരിക, നിങ്ങൾ ഒരു ബ്ലൂ മിനി കൂപ്പർ, എല്ലാവരും ആ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയുടെ വൺ ഓഫ് ദ വിന്നർ ഈ പറയുന്ന വ്യക്തി. യെസ്, ഒരു ബ്ലൂ മിനി കൂപ്പർ. ആ മിനി കൂപ്പറിന്റെ ആ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ആ ആൻവിൻ ഒരു ഗീവ് അവേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ചാനൽ. അത് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് പുള്ളിക്കാരൻ്റെ ഒരു ഇതിൽ ഗീവ് അവേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു കാർ സെൻട്രലായിട്ട് വെക്കും, എന്നിട്ട് കുറേ പിള്ളേർ ഇവർ സെലക്ട് ചെയ്ത് കുറേ പിള്ളേരെ വട്ടത്തിൽ നിർത്തും. കാർ എന്നിട്ട് ഈ സാധനം നമ്മുടെ വണ്ടിയിൽ കൈ വെച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് ആരാണോ ആദ്യം കൈ എടുക്കുന്നത് അവർ ഔട്ട്. അപ്പോൾ ഇതിൻ്റെ അത് ആൻവിൻ കുറേ ബ്രേക്ക് ഒക്കെ കൊടുക്കുന്നു, 10 മിനിറ്റ് ടോയ്ലറ്റ് ബ്രേക്ക്, അങ്ങനെ കുറേ ബ്രേക്സ് കൊടുത്തിട്ടുണ്ടായത്. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കാണാം. ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സ്കാം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതായത് ഇത് നമ്മൾ കാണുന്നവരെല്ലാവരും ഒരു ജെന്യൂൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ബാക്കി ഡ്രേക്കിൻ്റെ വീഡിയോ നമുക്കിലോട്ട് പോവാം. നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. ഇത്രയും ദിവസം ഞാൻ വീഡിയോ ആയിരിക്കാനുള്ള മെയിൻ റീസൺ ഇതായിരുന്നു. Hi, my name is Sujil Shani. Autospa Express. Autospa Express. One of the partners of അത് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഗീവ് അവേ, അത് ഞാനും പ്രതീക്ഷിച്ചില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കത്തില്ല, അത് അവരുടെ ടീമിലുള്ള ഒരാൾ തന്നെയാണ് ഗീവ് അവേ ഇതായിട്ട് കൊടുത്തത്. അതൊരുമാതിരി മറ്റടുത്ത പരിപാടിയായി പോയി കേട്ടോ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഈ കെയർ ഹോമിൻ്റെ കാര്യം ഓക്കെ, ഈ ഗീവ് അവേയുടെ കാര്യം ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു, 2 കാര്യങ്ങൾ ഓക്കെ. പക്ഷേ ഈ കാർസ്പായുടെ ഫ്രാഞ്ചൈസിയിൽ മറ്റേ ഈ എമൗണ്ട് ചോദിക്കുന്നത് അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്, അത് സ്കാം എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഒരു ഫ്രാഞ്ചൈസി അയാൾക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അത് അയാളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഡ്രേക്കിൻ്റെ ഇതിൽ ചോദിക്കുകയാണെങ്കിൽ ഗീവ് അവേ എന്ന് പറയുന്നത് അത് പേഴ്സണലായിട്ട് വേറെ ആരും ഹേർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ കെയർ ഹോമിൻ്റെ ഇത് ഓക്കെ, നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു സ്കാം നമുക്ക് കൺസിഡർ ചെയ്യാം. ഗീവ് അവേ എന്ന് പറയുന്നത് ഈ സാധനം പുള്ളിക്കാൻ യൂട്യൂബിലായിട്ട് ഇതിൽ വേറെ ഇൻകമോ അതിൽ കൂടുതൽ പുള്ളിക്കാൻ്റെ ഇൻകം കിട്ടുന്നത് പുള്ളിക്കാൻ്റെ പേഴ്സണൽ ഇത് മാത്രമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് കെയർ ഹോമിൻ്റെ ഇത് ഓക്കെ, ഫൈൻ, ഇറ്റ്സ് എ സ്കാം. ബാക്കി രണ്ടും നമുക്ക് അത്രയും സ്കാം എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഗീവ് അവേയുടെ അത് അയാളുടെ ചാനലിൽ അയാൾ അപ്ലോഡ് ചെയ്തു. അന്നത്തെ വേറെ നമ്മൾ പേഴ്സണൽ ഫണ്ടിങ്ങോ നമ്മുടെ പബ്ലിക് ഫണ്ടിങ്ങോ ഒന്നും മേടിച്ചിട്ടില്ല. അയാളുടെ കാറ് അയാൾ തോന്നിയ പോലെ ഒരു വീഡിയോ ചെയ്തു, നാട്ടുകാരെ പറ്റിച്ചു, കുറച്ച് വ്യൂസ് ഉണ്ടാക്കി, അതിൻ്റെ ഇടയിൽ ക്യാഷ് ഇട്ടു. നമ്മുടെ ടൈമാണ് അയാൾ എടുത്തത്, അല്ലാണ്ട് യൂട്യൂബിൽ നിന്ന് മറ്റേ ആ ഗീവ് അവയുടെ ഇതിൽ നമ്മുടെ ടൈമാണ് അയാൾ കൺസ്യൂം ചെയ്തെടുത്തത്. അത് പക്ഷേ ഇപ്പോൾ മിക്ക ഗീവ് അവേസും അങ്ങനെ തന്നെയാണ്. മിക്ക ആൾക്കാരൊക്കെ ഇപ്പോൾ ഗീവ് അവേ കൊടുക്കുന്നത് ഏകദേശം ഇതേപോലെ തന്നെ സ്വന്തം ടീമിൽ നിന്ന് തന്നെയാണ്. ഞാൻ ജെന്യൂൻ ആയിട്ട് ഗീവ് അവേ നടത്തുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.